നാളെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും വെള്ളിയാഴ്ച മുതൽ ക്വാർട്ടർലി റിസൾട്ട് സെഷനും ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മോഡസ്റ്റ് ഗെയിനോട് കൂടിയുള്ള ക്ലോസിംഗ് ആണ് നടത്തിയത്. S&P, നാസ്ഡാക്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഡോ ജോൺസ് ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ബുധനാഴ്ച പുറത്തുവന്ന അമേരിക്കയുടെ ജോബ് ഡേറ്റ ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനത്തെ സാധൂകരിക്കുന്നതാണെങ്കിലും നാളെ പുറത്തു വരാനിരിക്കുന്ന സെയിൽസ് ഡേറ്റയും US ഇൻഫ്ലേഷൻ ഡേറ്റയും ഫെഡിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഡേറ്റകൾ തന്നെയാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ സ്മാൾ ബിസിനസ് ഒപ്റ്റിമിസം കഴിഞ്ഞ 11 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയപ്പോൾ ഈ വർഷ അവസാനത്തോടുകൂടി ഫെഡിന് അതിൻ്റെ ഇൻഫ്ലേഷൻ ടാർഗറ്റായ 2% ഇൻഫ്ലേഷൻ കൊണ്ടുവരിക എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പല അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡോ ജോൺസ് 0.02% ഇടിയുകയും S&P, നാസ്ഡാക്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ 0.14%, 0.32% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. അതായത് ഇന്നത്തെ ദിവസവും മാർക്കറ്റ് ഏറെക്കുറെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കും നടത്തുക എന്ന് വേണം നമ്മൾ ഈ ഡേറ്റകളിൽ നിന്നും അനുമാനിക്കാൻ. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ക്ലീൻ മാക്സ് അർക്കാഡിയ എന്ന കമ്പനിയുടെ 26% സ്റ്റേക്ക് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഹരിയാനയിലുള്ള ഒരു ഫാക്ടറിയിൽ 14.85 മെഗാവാട്ടിൻ്റെ സോളാർ ക്യാപ്റ്റീവ് പവർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കമ്പനി ക്ലീൻ മാക്സ് അർക്കാഡിയ എന്ന കമ്പനിയുടെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തത്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് Paytm അല്ലെങ്കിൽ 197 കമ്മ്യൂണിക്കേഷൻ. 197 കമ്മ്യൂണിക്കേഷനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.64% നിന്നും 20.64% ഉയർത്തിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളും മാർച്ച് മാസത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.9% നിന്നും 1.16% ഉയർത്തി 6.15% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. അതേസമയം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 45% നിന്നും 39.77% ഇടിഞ്ഞു. Paytm എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ സുരീന്ദർ ചവള കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു എന്നുള്ളതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ്. രണ്ടാമത് ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഇൻഡസൻഡ് ബാങ്ക്. ഇൻഡസൻഡ് ബാങ്കിൻ്റെ പ്രൊമോട്ടർ കമ്പനിയായ ഇൻഡസൻഡ് ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി ഇൻവെസ്കോ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഇൻഡസൻഡ് ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഇൻവെസ്കോയുടെ 60% സ്റ്റേക്ക് അക്വയർ ചെയ്തുകൊണ്ടായിരിക്കും ഈ കമ്പനി അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് പ്രൊഡക്റ്റ് സെല്ലിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്ക് പൈസാലോ ഡിജിറ്റൽ എന്ന സ്റ്റോക്കാണ്. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 32% വർദ്ധിച്ച് 4,622 കോടിയായി മാറി. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ 100% വളർച്ച കമ്പനി കൈവരിക്കുകയും 1,128 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കമ്പനി നടത്തുകയും ചെയ്തു. കൂടാതെ മാർച്ച് ക്വാർട്ടറിലെ കസ്റ്റമർ ഫ്രാഞ്ചൈസി 1.50 മില്യണിൽ നിന്നും 4.29 മില്യണിലേക്ക് ഉയർത്തുകയും ചെയ്തു. മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഒഡീസയിലെ എക്സിസ്റ്റിംഗ് പ്ലാന്റിലാണ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. 0.3 മില്യൺ മെട്രിക് ടൺ പെർ ആനം എന്ന ശേഷിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോട്ട് റോൾഡ് കോയിൽസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഫെസിലിറ്റിയാണ് കമ്പനി എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് എന്ന ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കിനെ അല്ലെങ്കിൽ NBFC സെക്ടറിലെ സ്റ്റോക്കിനെ നമ്മൾക്കിന്ന് ശ്രദ്ധിക്കാം. US ബേസ്ഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫിമായ TPG ഏഷ്യ 5 സ്റ്റാർ ബിസിനസ്സിൻ്റെ 1.93% സ്റ്റേക്കുകൾ 782 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു കഴിഞ്ഞു. ഇവിടെ TPGക്ക് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് എന്ന കമ്പനിയിൽ 11.12% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.